ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെ താലി പിരിച്ച് മാറ്റുന്ന ചടങ്ങിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാകുന്നുണ്ടല്ലേ. അതിനെല്ലാം തന്നെ തിരിതെളിക്കുന്നതും നമ്മുടെ മഹിമയും മധുസൂദനും കൂടിയിട്ടാണ്. അവരുടെ ആകെ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, സച്ചിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ചടങ്ങ് അലങ്കോലമാകുക, പിന്നീട് തൻ്റെ മകളെയും മകനെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ആ ഒരു ലക്ഷ്യത്തോട് കൂടി തന്നെയിട്ടാണ് അവര് തുടക്കം മുതൽ, അതായത് ചടങ്ങിന്റെ തുടക്കം മുതൽ അവസാനം വരെ പരിശ്രമിക്കുന്നത്. എന്നാൽ അതൊന്നല്ല, തന്നെ സച്ചി നല്ല തന്ത്രപൂർവ്വം തന്നെ ഒഴിഞ്ഞു പാറുകയും ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയൊക്കെ സമയത്താണ് തന്റെ മകളെ കാണുവാനായിട്ട് റൂമിലേക്ക് കയറി വരുന്ന മധുസൂദനൻ രേവതി തന്റെ മകളുടെ സ്വർണ്ണമാല പൂക്കളിൽ നിന്ന് വിടിച്ചെടുക്കുന്നത് കാണുന്നത്. ഇതൊരു നല്ല സൂത്രമായിട്ട് മധുസൂദനന് തോന്നുകയും പിന്നീട് നമ്മളെ രേവതിയെ കള്ളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞു പോയ എപ്പിസോഡ് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളുടെ വീഡിയോയിലേക്ക് എത്തണമെന്നാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറഞ്ഞെങ്കിലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിനെ കള്ളിയാക്കിയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രേവതി കള്ളിയാണ് തന്നെ മധുസൂദന മഹിമയും പറയുന്നുണ്ട്. അവസാനം സച്ചി ഇരുവരെയും തല്ലുകയും നമ്മുടെ മധുസൂദന മഹിമ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പക്ഷേ താനി ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്കായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായ രീതിക്ക് നമ്മുടെ മധുസൂദന്റെ മഹിമയുടെ തന്ത്രം ഫലിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. അന്നേ ദിവസം തന്നെ നമ്മുടെ ശ്രീകാന്ത് വീട് വിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ മധുസൂദന മഹിമയുടെ തന്ത്രം എന്ന് തന്നെ ശ്രീകാന്തിനെ എത്രയും വേഗം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീകാന്തിനെ വർഷയും രേവതിയും അതുപോലെ തന്നെ സച്ചിയും വന്ന് കാണുകയും അന്നുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രീകാന്തിന്റെ വർഷയുടെ പിണക്കമൊക്കെ മാറുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് രേവതി ചിത്ത് തന്നെ കാണാൻ വന്നുവെന്ന്, ശ്രീകാന്ത് സച്ചിയായിട്ട് തന്നെ കാണാൻ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും പിന്നീട് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് വർഷ പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ലല്ലേ. വർഷയുടെ മൗനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വർഷയ്ക്ക് വീട്ടിലേക്ക് വരുന്നതിന് വലിയ ബുദ്ധിമുട്ടും ഒന്നും ഇല്ല എന്നുള്ള കാര്യം. സച്ചി അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതും കൊണ്ട് മാത്രമാണ് വർഷ പോകാതിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ വർഷയെ റോഷൻ വഴിയരികിൽ വെച്ച് കാണുന്നത്. വർഷയെ ആക്രമിക്കുകയും കാറിൽ പിടിച്ചുകൊണ്ട് പോകാനിരിക്കുന്ന സമയത്ത് സച്ചിയാണല്ലേ വന്നിട്ട് വർഷയെ രക്ഷിക്കുന്നത്. ആ ഒരു സമയത്ത് വർഷയ്ക്ക് മനസ്സിലാവുകയാണ് താൻ കരുതിയ പോലെ ഒന്നുമല്ല സച്ചി ഉള്ളത്. രേവതി പറഞ്ഞ പോലെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് സച്ചി എന്നുള്ള കാര്യം. മാത്രമല്ല പോകുന്നതിന് മുന്നായിട്ട് സച്ചി ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു നിമിഷം തന്നെ നമ്മുടെ വർഷയുടെ തീരുമാനം എടുക്കുകയാണ്. നേരത്തെ ശ്രീകാന്തിനെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും നിന്റെ വീട്ടിലേക്ക് വരികയില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും എന്റെ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും പറയും, അതെനിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുകയില്ല, ഞാനും തിരിച്ചെന്തെങ്കിലും പറയും, അത് വലിയൊരു വിഷമമാകും, നമ്മുടെ ജീവിതത്തിൽ അത് വീണ്ടും ബാധിക്കുമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നല്ല പറഞ്ഞത്, ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. അതിനുശേഷം വർഷ പറയുന്നത് ശ്രീകാന്ത് നിനക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു, ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ ദേഷ്യപ്പെട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ വർഷയുടെ ദേഷ്യമൊക്കെ കാണുന്ന സമയത്ത് മധുസൂദനും മഹിമയും കാര്യം തിരക്കുന്നുണ്ട്. അന്നേരം വഴിയരികിൽ റോഷൻ തന്നെ ആക്രമിക്കാൻ വന്നു എന്ന് ആ ഒരു സമയത്ത് സച്ചിയാണ് തന്നെ രക്ഷിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ വർഷ പറയുന്ന സമയത്ത് മധുസൂദനൻ പറയുകയാണ് ഇതെല്ലാം ഇവന്റെ തന്ത്രമായിരുന്നു, റോഷനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്ലാനിങ് തയ്യാറാക്കിയതിനു ശേഷം നിന്നെ രക്ഷിക്കുന്ന പോലെ കാണിക്കുകയായിരുന്നു, അവന്റെ അഭിനയമായിരുന്നു ഇതെല്ലാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആടി വെറുതെ നുണയൊന്നും പറയാൻ നിൽക്കണ്ട, ശ്രീകാന്തിന്റെ ഏട്ടനും റോഷൻ തമ്മിൽ ഇതുവരെ കണ്ടിട്ടും കൂടി ഇല്ല, അവർക്ക് മുൻപരിചയം കൂടി ഇല്ല, പിന്നെ എങ്ങനെയാണ് റോഷനെ മുൻനിർത്തിക്കൊണ്ട് ഇവരിങ്ങനെ നാടകം കളിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് സച്ചി അറിയാൻ പാടില്ല മോളെ, അവൻ്റെ പല തന്ത്രങ്ങളുണ്ട്, അതിനകത്ത് ഒരു തന്ത്രമാണിത്, അവൻ അന്ന് അവിടെ വെച്ച് എന്നോട് ചെയ്തൊക്കെ നീ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് അച്ഛൻ്റെ കയ്യിലിരിപ്പോണ്ട് കിട്ടിയതില്ല, അച്ഛൻ അന്ന് മര്യാദയ്ക്ക് പെരുമാറുകയായിരുന്നു, രേവതി ചേച്ചിനെ മനഃപൂർവ്വം തന്നെ കള്ളിയാക്കിയല്ലായിരുന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം നിനക്ക് അറിയാൻ പാടില്ലേ എന്നൊക്കെയാണ് വർഷയോടായിട്ട് മഹിമ ചോദിക്കുന്നുണ്ട്. അന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അച്ഛനെ തല്ലിയ കാര്യങ്ങളിലും പിന്നീട് നിങ്ങൾ പറഞ്ഞ അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പം എനിക്ക് സത്യാവസ്ഥകളെല്ലാം തന്നെ അറിയാം, ഞാൻ ശ്രീകാന്തിന്റെ ഒരു വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മധുസൂദന മഹിമയും വർഷയെ തടഞ്ഞു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. താനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ ഒരു തീരുമാനത്തിൽ നിന്ന് തനിക്കിനി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, താൻ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വർഷ ആ വീട് വിട്ടിറങ്ങുന്നത്. അങ്ങനെ മധുസൂദനും മഹിമയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ പ്ലാനിങ് അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച് വര പോലെ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാതിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.